നമ്മൾ ചിലപ്പോൾ ഒരു കാര്യത്തിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവുമായിരിക്കും, അതിന്റെ പിന്നാലെ നിന്ന് നമ്മൾ പണിയെടുക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ ചില ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര ലേസി ആയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര എനർജി ലോ ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ ബേൺ ഔട്ട് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. അതൊന്നും നമ്മൾ ഒന്നും ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ലേസി ആയതുകൊണ്ടോ ഒന്നും വരുന്നതല്ല. ഇറ്റ്സ് വെരി കോമൺ തിങ്. അത് എന്തുകൊണ്ടാണ് നടക്കുന്നത് മനസ്സിലാക്കിയാൽ മതി. അതായത് ഒരു ഫോൺ എത്ര അടിപൊളിയായിട്ടുള്ള ഫോൺ ആയിക്കോട്ടെ, എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോൺ ആയിക്കോട്ടെ, നമ്മളത് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എത്രയൊക്കെ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. 20% കഴിഞ്ഞുമ്പോൾ അതിന് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, ചാർജ് കുത്തുന്നില്ല. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? അത് 0 ആയിട്ട് ഡെഡ് ആവുകയും ചെയ്യും, സ്വിച്ച് ഓഫ് ആവുകയും ചെയ്യും. അതേസമയം നമ്മളൊരു 30-40% എത്തുമ്പോൾ തന്നെ ചാർജ് കുത്തി വെച്ച് പിന്നീട് ഫുള്ളാക്കി ഒരു കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ നമ്മുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പില്ല, പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കുന്നില്ല, വാട്ടർ കൊടുക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പണി എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ മാത്രം നിൽക്കാണെങ്കിൽ ഒരു ടൈം കഴിയുമ്പോൾ ഇത് എന്താവും? നമുക്ക് അതിന്റെ സിംറ്റംസ് കാണിച്ചു തരും. അതായത് ആദ്യം സ്ട്രെസ് ആയിട്ടായിരിക്കാം, എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാം, നമുക്ക് ആകുമ്പോൾ ലേസി ആയിട്ട് ഫീൽ ചെയ്യാം, നമുക്ക് ആകുമ്പോൾ എനർജി ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യാം. ഇതൊക്കെ ബോഡി കാണിച്ചിട്ടുള്ള സിംറ്റം ആണ്. ബിക്കോസ് വി ആർ നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് ദിസ് ബോഡി. നമ്മൾ എന്തൊക്കെ നമ്മുടെ ഗോൾസിന് വേണ്ടി ഡ്രീംസിന് വേണ്ടി പണിയെടുക്കുന്നുണ്ടോ അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഇതിനും ടൈം കൊടുക്കുക, ഇതിനും കുറച്ച് റെസ്റ്റ് ആവാനുള്ള ടൈം കൊടുക്കുക, ഇതിനും ഒന്ന് റീചാർജ് ആവാനുള്ള ടൈം കൊടുക്കുക.